എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക് വിഷസ്. ഇന്ന് നമുക്ക് ബ്രെഡും പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പുഡിംഗ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് റെസിപ്പി നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ബ്രെഡ് വേണം, പിന്നെ ഒരു സ്പ്രെഡ് ഉണ്ടാക്കിയെടുക്കണം, ഒരു ഡിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ സ്പ്രെഡും ഡിപ്പും ഉണ്ടാക്കിയെടുക്കുന്നത് ഏകദേശം ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിലെ മെഷർമെൻറ്റ്സ് വ്യത്യാസമുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് അത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറയുന്ന മെഷർമെൻറ്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കേട്ട് അത് ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡെസേർട്ട് റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്കപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 10 സ്ലൈസ് ബ്രെഡാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഓരോ സ്ലൈസ് ബ്രെഡും നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു കട്ടിംഗ് ബോർഡുമല്ലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലേക്കോ നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഒരു ചില്ലി ഗ്ലാസ് വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ചെറിയ റൗണ്ട് ഷേപ്പാണ് നമുക്ക് ഉള്ള പീസസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോ സ്ലൈസ് ബ്രെഡിൽ നിന്നും ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാക്കിയുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ബ്രെഡ് പോപ്കോൺസ് ഉണ്ടാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേസ്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേറൊരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ എല്ലാ ബ്രെഡ് സ്ലൈസസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്പ്രെഡ് ഉണ്ടാക്കാം. സ്പ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം 1 കപ്പ് പാൽപ്പൊടി ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തു. 1/2 കപ്പ് പഞ്ചസാര ചേർത്തു. 1 കപ്പ് പാല്. നമ്മൾ ഏത് കപ്പിലാണോ മെഷർ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് വേണം കേട്ടോ ഈ മെഷർമെൻറ്റൊക്കെ എടുക്കാനായിട്ട്. ഇനി ഇതെല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. അതൊക്കെ കൂടി നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞു ചേരുന്ന രീതിയിലേക്ക് പാൽപ്പൊടിയും പഞ്ചസാരയും പാലും എല്ലാം നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയെടുക്കണം നമ്മൾ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓണാക്കുക. എന്നിട്ട് വേണം നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് ഏലക്കായയുടെ പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് റോസ് വാട്ടർ ആയാലും മതി. ഇനി നമ്മൾ ഇത് ഇളക്കിയിട്ട് ഇതിനെ കുറുക്കി ഒരു സ്പ്രെഡ് മോഡലാക്കിയിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ അതായത് കുറുക്കി വരാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാൻ ചൂട് കട്ടിയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അതുപോലെ ലോ ടു മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാൽഗോവ ഏതാണ്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഈ ഒരു സ്വീറ്റ് നല്ല റിച്ചാണ്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ 1-2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽഗോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് പിസ്തയും ബദാമും ഇതുപോലത്തെ പീസസ് ആക്കി ചെറുതായിട്ട് ക്രഷ് ചെയ്തതും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ മാറ്റി വെക്കാം. സ്പ്രെഡ് ഉണ്ടാക്കി നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഡിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു റബ്ഡി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചൂട് കട്ടിയുള്ള പാത്രം തന്നെ വെക്കുക. അതിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. പശുവും പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഒഴിച്ചു. ഇനി ഒരു 1/2 കപ്പും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് മിൽക്ക് ക്രീം. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതുപോലെ 1/2 കപ്പ് പഞ്ചസാര. ഇതിപ്പോൾ അത്യാവശ്യം മധുരത്തിലാണ് നമ്മുടെ ഈ സ്വീറ്റ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് അത്ര മധുരം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് പാൽപ്പൊടി, 1/2 കപ്പ് പാൽപ്പൊടി. അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഞാനിപ്പോൾ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്, 1/4 കപ്പ് പാൽപ്പൊടി എടുത്താലും മതി. കുറച്ച് കുങ്കുമപ്പൂവും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കുങ്കുമപ്പൂവ്
ഓപ്ഷണലാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതെല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇപ്പം ഇതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതിന് നമ്മൾ ആ ഒരു പാലിൻ്റെ ആ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം പാലിൻ്റെ സത്താണ് ആ സൈഡിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കൂടി ചേരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റൊക്കെ കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഇതൊന്ന് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റോസ് സിറപ്പ് ഇല്ലേ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മാംഗോ എസൻസ് ചേർത്തിട്ട് യെല്ലോ കളർ കൊടുക്കാം, അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ട് യെല്ലോ കളർ കൊടുക്കാം. പിസ്ത സിറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ മാറ്റാൻ വരുത്താം. ഞാനിപ്പോൾ ഇവിടെ റോസ് സിറപ്പ് ആണ് ചേർത്തിട്ടുള്ളത്. ഒരു എക്സ്ട്രാ ഫുഡ് കളർ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ആ എസൻസിൻ്റെ കളർ, അതായത് റോസ് സിറപ്പിൻ്റെ കളർ തന്നെയാണ് ഇതിൽ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലൈറ്റായിട്ട് തോന്നുന്നുണ്ടാകും, പക്ഷേ ഇത് പിങ്ക് കളർ തന്നെയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു റബ്ഡി ഏതാണ്ട് പാകമായിട്ടുള്ളത്. ഈ ഒരു ഫോമിലായിരിക്കണം നമുക്ക് നമ്മുടെ റബ്ഡി കിട്ടേണ്ടത്. അതായത് ഇങ്ങനെ നമ്മൾ ഇളക്കുന്നത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു തള ഇങ്ങനെ വരുന്ന രീതിയിലേക്ക് കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ഡിപ്പ് അല്ലെങ്കിൽ റബ്ഡി ഇവിടെ ശരിയായിട്ടുണ്ട്. നമ്മൾ തീ ഓഫാക്കിയാലും ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ പാട ഫോം ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ആ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് എത്തുന്ന വരെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പാട ചൂടാതെ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിൽക്ക് ഓയാണ് ഈ ഇരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ ഒരു പീസ് എടുക്കുക, അതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് ഓയ അതിൻ്റെ മേലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതിൻ്റെ കട്ടി ഉണ്ടല്ലോ, നമ്മൾ ചേർക്കുന്ന ആ ഒരു സ്പ്രെഡിൻ്റെ കട്ടി നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നത്. കാരണം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത്തിരി കട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ സ്ലൈറ്റായിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു സ്പ്രെഡൊക്കെ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വേറൊരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ അത് നന്നായി പ്രസ് ചെയ്തിട്ട് ഒരു സാൻഡ്വിച്ച് മോഡലിലേക്ക് ആക്കിയെടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമ്മൾ ഓരോ പീസ് ബ്രെഡിലും ഇതുപോലെ ചെയ്ത് നമുക്കെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ എല്ലാതും ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാനായിട്ടും ഒരു സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസിൻ ഉണ്ടല്ലോ, ആ ഒരു ഡിപ്പാണിത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ആ ഒരു സോസ്. അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി കട്ടി കൂടിയെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ഡിപ്പിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സാൻഡ്വിച്ചുകളുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാ സൈഡിലേക്കും നന്നായിട്ട് നമ്മുടെ ഈ ഒരു ഡിപ്പ് കോട്ടഡായിട്ട് പിടിക്കുന്ന തരത്തിൽ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ആ ഒരു ഡിപ്പിലിട്ടിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് അതിലിട്ടിട്ട് കുറച്ച് നേരം അതിൻ്റെ മേലെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്ക് അത് വീണോളും. ഇതുപോലെ നമ്മൾ ഓരോന്നും ചെയ്ത് നമുക്കിതെടുത്ത് ഇതുപോലെ ഈ ഒരു ഡിപ്പിലൊന്ന് നന്നായി കോട്ട് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ എല്ലാതും ഒരു പ്ലേറ്റിലേക്ക് കോട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യുന്നത് 2 തരത്തിൽ സെർവ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ആ ഒരു സോസിലേക്ക് കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് ഇത്തിരിയും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. നമ്മൾ ആ റബ്ഡി ഇത്തിരിയും കൂടി ഒന്ന് ലൂസാവും. ഇനി നമ്മൾ സെർവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേറ്റ് എടുത്ത് വെക്കുക. ആ പ്ലേറ്റിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കോട്ടഡ് ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ചസ് ഉണ്ടല്ലോ അത് വെച്ചു. അതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലൂസായിട്ടുള്ള ആ ഒരു റബ്ഡി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചെറിയും പിസ്താഷ്യോസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോട്ടഡ് സാൻഡ്വിച്ചസ് ഇൻഡിവിജ്വലി ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്യാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നമ്മുടെ ചോയ്സാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. എല്ലാവർക്കും
എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഈദ് മുബാറക്.